അയ്യപ്പനില്ലാത്ത അയ്യപ്പ സംഗമത്തിൽ ജനങ്ങൾ കരുതിയിരിക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ അജണ്ട പങ്കെടുക്കുന്ന സംഘടനകൾ മനസ്സിലാക്കണം. ഇത്തരം നാടകങ്ങളൊന്നും അയ്യപ്പ ഭക്തന്മാരുടെ അടുത്ത് ചിലവാകില്ല എന്നും സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണം സംരക്ഷിക്കാത്തവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇതിൽ അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുന്നതായും എം.ടി. രമേശ് പറഞ്ഞു. അയ്യപ്പ സംഘടനകളുണ്ട്, ചെറുതും വലുതുമായ. അവരാരെങ്കിലും പ്രതിനിധികളെ ഈ സംഗമത്തിലേക്ക് അയക്കുന്നുണ്ടോ? നമ്മുടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള ചില സമുദായങ്ങളും സംഘടനകളുമുണ്ട്. അവരാരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? അപ്പൊ മലയര സഭ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇവരാരും സംഗമത്തില്ല. പിന്നെ എന്ത് സംഗമമാണ്? സത്യത്തിൽ പമ്പയിൽ നടക്കുന്നത് ഒരു LDF-ന്റെ രാഷ്ട്രീയ സമ്മേളനമാണ്. അതിൽ ആകെ പങ്കെടുക്കുന്നത് LDF-ന്റെ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട്. അവരെന്തിനാ പമ്പയിൽ പോയി പങ്കെടുക്കേണ്ടത്? അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് കൂടിയാൽ പോരെ. പിന്നെ കുറെ പണക്കാരെ വിളിക്കുന്നുണ്ട്. ആ പണക്കാരെ വിളിക്കുന്നത് LDF-ന് സാമ്പത്തികമായി പണം സ്വരൂപിക്കാനുള്ള മാർഗമായിട്ട് മാറുകയാണ്. ഈ വലിയ വലിയ വ്യവസായികൾ, മുതലാളിമാരായിട്ടുള്ള ആളുകൾ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരോട് പണം വാങ്ങാനുള്ള ഏർപ്പാടാണ്. ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ശബരിമല സംഗമത്തിൽ അയ്യപ്പൻ പോലും ഇല്ല. നിങ്ങളതിന്റെ അവരുടെ പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ പണമുണ്ട്. അയ്യപ്പനെ കാണാനില്ലല്ലോ. അപ്പൊ അയ്യപ്പനില്ലാത്ത അയ്യപ്പ സംഗമമാണ് നടക്കുന്നത്.